ഇനി 124 ദിവസമേ ഉള്ളൂ. ഇനി എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. എനിക്കെന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വിചാരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്ക്. ഈ പറയുന്ന ഞാൻ BSc കെമിസ്ട്രിയുടെ കൂടെ ഗവൺമെൻറ് BDS അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് MBBS ക്രാക്ക് ചെയ്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ശില്പ. ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണേ. അപ്പോൾ ചുമ്മാ ഒരു കളിക്ക് അല്ലെങ്കിൽ തമാശയ്ക്ക് പറഞ്ഞതല്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BSc കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു കോഴ്സിൻ്റെ കൂടെയായിരുന്നു നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റത്തെ 4 മാസമാണ് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തത്. അതായത് ഞങ്ങളുടെ എക്സാം സെപ്റ്റംബർ 13 ഏപ്രിൽ മുതലാണ് ഞാൻ നല്ല രീതിയിൽ ട്രാക്കിലായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ലോങ് വീഡിയോസ് ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു, നോട്ട്സൊക്കെ കുറേയധികം ചാപ്റ്റേഴ്സിൻ്റെ എഴുതിയിട്ടുണ്ടായിരുന്നു, കുറച്ചധികം ചാപ്റ്റേഴ്സ് ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു, പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ മിക്കവാറും ഇക്വേഷൻസും ഉണ്ടായിരുന്നു. ഈ ഒരു ഇതിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. എൻ്റെ അതേ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഭൂരിഭാഗം കൊച്ചുങ്ങളും നിൽക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെ കുറേ ചാപ്റ്റേഴ്സിൻ്റെ ലോങ് വീഡിയോസ് കണ്ടിട്ടുണ്ട്, കുറേ ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്, കുറേ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സ് ഉണ്ട്. പക്ഷെ പഠിച്ചതേതാ പഠിക്കാത്തത് ഏതാണെന്ന് അറിയുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ 124 ദിവസമാണുള്ളത്. അപ്പോൾ ഈ ദിവസം എങ്ങനെ നമ്മളൊന്ന് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗവൺമെൻറ് BDSലേക്കോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് MBBSലേക്കോ എത്താൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കിപ്പോൾ ഗവൺമെൻറ് MBBS വരെ എത്തിയില്ലെങ്കിലും ഉറപ്പായിട്ട് ഒരു ഗവൺമെൻറ് BDS അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ള കോഴ്സ് എത്തുന്ന രീതിയിൽ ഇപ്പം ശ്രമിച്ചാലും നിങ്ങൾക്ക് എത്താൻ പറ്റും. അതായത് 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും എത്താൻ പറ്റും. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഉള്ളവരാണ് അല്ലെങ്കിൽ ഇനി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാമെന്നുള്ളവർക്കാണെങ്കിൽ ഗവൺമെൻറ് MBBS ആണെങ്കിലും ഈ ഒരു സമയത്തിനുള്ളിൽ ഉറപ്പായിട്ടും സാധ്യതയുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതുവരെ ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നതൊക്കെ ഇതുവരെ മതിയടാ. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ ഫിസിക്സിൻ്റെയോ കെമിസ്ട്രിയുടെയോ ഒന്നും ടെക്സ്റ്റ് ഇതുവരെ വായിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇനി അതിൻ്റെ പുറകെ പോകാൻ നിൽക്കണ്ട. നമുക്ക് ഫിസിക്സ് മൊത്തത്തിൽ വിടാം. ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് എന്തായാലും ഇനി വായിക്കാൻ നിൽക്കണ്ട. കെമിസ്ട്രിയുടെ ടെക്സ്റ്റും വായിക്കാൻ നിൽക്കണ്ട, എക്സെപ്റ്റ് ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ടല്ലോ, നമ്മുടെ S ബ്ലോക്ക്, P ബ്ലോക്ക്, ഹൈഡ്രജൻ, അങ്ങനത്തെയൊക്കെ ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ വായിച്ചാൽ മതി ടെക്സ്റ്റ്. ഇപ്പോൾ അതിനകത്തുള്ള കുറേയധികം പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രി, അതായത് സൊല്യൂഷൻസ്, സോളിഡ് സ്റ്റേറ്റ്, അങ്ങനത്തെ ചാപ്റ്റേഴ്സ് മാത്രം ടെക്സ്റ്റ് വായിച്ചാൽ മതി. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒന്നും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് വായിക്കേണ്ട കാര്യമില്ല. ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ തന്നെയും നമ്മൾ അത്യാവശ്യം നോമൻക്ലേച്ചർ അറിയണം, റിയാക്ഷൻ മെക്കാനിസം അറിയണം, അതുപോലെ തന്നെ വേറെ എന്താ അറിയണ്ടേ, നെയിമിംഗ് റിയാക്ഷൻസ് അറിയണം. ഇതൊക്കെ നമ്മുടെ നോട്ട്സ് റെഫർ ചെയ്ത് പോയാൽ തന്നെ മതിയാവും. ടെക്സ്റ്റ് വായിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ കെമിസ്ട്രിയാണ്. കാരണം അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ ഇനി ബയോളജി കുറേ പേര് നമ്മളുടെ സ്റ്റഡി പാക്കേജിൻ്റെയും സ്റ്റഡി മെറ്റീരിയലിൻ്റെയൊക്കെ പുറകെ ആയിരിക്കും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവിടെ നിർത്ത്. അതായത് നീറ്റ് പഠിക്കുന്ന കൊച്ചുങ്ങളുടെ ബൈബിൾ എന്ന് പറയുന്നത് നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നിങ്ങൾ ഇനി NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചാൽ മതി. ഇനിയിപ്പം ബ്രില്യനിലൊക്കെ പഠിപ്പിക്കുന്ന കുറേ അഡീഷണൽ പോയിൻറ്റ്സിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്കറിയാമല്ലോ, ഏത് ലെവൽ എക്സാം ആണെന്നുണ്ടെങ്കിലും ബയോളജി ചോദിക്കുന്നത് NCERT നിന്നായിരിക്കും. NCERT നിന്ന് വിട്ടങ്ങനെ ചോദിക്കാറേ ഇല്ല. 2018 ശേഷം, 19 ശേഷം കറക്റ്റ് നമ്മുടെ NCERT വിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറേ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഒരു 10-12 മാർക്കിന് വേണ്ടിയിട്ട് ഈ സ്റ്റഡി പാക്കേജും സ്റ്റഡി മെറ്റീരിയലും ഒക്കെ എടുത്ത് വായിക്കാൻ നിൽക്കേണ്ട. ഇനി നിങ്ങൾ NCERT ഫോക്കസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു 340 മാർക്ക് പ്ലസ് കിട്ടും. അപ്പം ബയോളജി NCERTയിലേക്ക് ഒതുങ്ങുക, ഫിസിക്കൽ കെമിസ്ട്രി മാത്രം ടെക്സ്റ്റ് വായിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾ അതായത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന നോട്ട്സിൽ നിന്ന് റിവിഷൻ ചെയ്യുക. ഇനിയിപ്പോൾ ഫിസിക്സ് ആയിരിക്കും ബാക്കി ഇത്രയും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ലോങ് വീഡിയോസിൻ്റെ പുറകെ പോകരുതടാ. ഇപ്പം റേയോപ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, ഇതിനൊക്കെ ഒരു 10 അല്ലെങ്കിൽ 12 വീഡിയോസ് കാണും. ഈ ഓരോ വീഡിയോ 40 മിനിറ്റ് പ്ലസും കാണും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 10-14 വീഡിയോസ് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു 14 വീഡിയോ കാണുമ്പോൾ തന്നെ 10 മണിക്കൂറാവും. ആ 10 മണിക്കൂറിൻ്റെ പുറമെ നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനും അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കാനും ഇക്വേഷൻസ് എഴുതാനും ഒക്കെ ഉള്ളൊരു സമയം ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇനി 124 ദിവസമാണുള്ളത്. നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് 100+ ചാപ്റ്റേഴ്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോയും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിക്കുന്ന കണക്കിലാണ് പോകുന്നത്. ഇതിൽ നമ്മൾ ബയോളജി എത്രത്തോളം പഠിച്ചു മാറ്റുന്നു അതിനനുസരിച്ചാണ് ബാക്കി ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാനായിട്ടുള്ളൊരു സമയം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഫിസിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത്
ഒരു വട്ടം പോലും നിങ്ങൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടില്ല, അങ്ങനത്തെ ചാപ്റ്റേഴ്സ് നിങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഷോട്ട് വീഡിയോസ് കാണുക. ഒരിക്കലും ഇക്വേഷൻസ് വേറെ ആരുടെയെങ്കിലും നോക്കി എഴുതി വെച്ചിട്ട് വൺ ഷോട്ട് വീഡിയോ കാണാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ വൺ ഷോട്ട് വീഡിയോ കാണുക. അതിനകത്ത് പറയുന്ന ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഏത് ബുക്ക് എടുത്താണോ നോട്ട് ചെയ്യുന്നത് ആ ബുക്കിൽ നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ക്ലാസ് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ വേറെ ബാച്ച്മേറ്റ്സിൻ്റെയോ നോട്ടോ അല്ലെങ്കിൽ ഇക്വേഷൻ ബുക്കോ വെച്ചിട്ട് എഴുതുക. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ നമ്മുടെ മനസ്സിൽ പതിയത്തുള്ളൂ. നമ്മൾ ആദ്യം ഇക്വേഷൻ ബുക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ക്ലാസ് കാണുമ്പോൾ ഈ ഇക്വേഷൻ തന്നെയാണോ അതിനകത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ ഈ ഇക്വേഷൻ എടുക്കാത്ത, അങ്ങനത്തെ ടൈപ്പ് ഓഫ് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വൺ ഷോട്ട് വീഡിയോ കണ്ട് വൺ ഷോട്ട് വീഡിയോയിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് നമ്മളൊരു ലെക്ചർ നോട്ട് പോലെ എഴുതുമല്ലോ, ആ ലെക്ചർ നോട്ടിലെ ഇക്വേഷൻസും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ച നോട്ട്സും കൂടെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇക്വേഷൻ ബുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഫിസിക്സ് നമുക്ക് അങ്ങനെ മാറ്റാനായിട്ട് പറ്റും. പിന്നെ ബയോളജി നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, MCQ പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാം അറിയാം, നമ്മൾ ഒരു 3-4 വട്ടം വായിച്ചതാണ്, പക്ഷെ നമ്മൾ ചില ഏരിയ അത്രയും സ്ട്രെസ് ചെയ്ത് വായിച്ചിട്ടുണ്ടായിരിക്കത്തില്ലടാ. നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോഴായിരിക്കും ഇനി ഇതെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചേ, അവിടെ അങ്ങനെ ആയിരുന്നോ, അങ്ങനെ ഒരു ഡൗട്ട് വരുന്നത്. നമ്മളൊന്ന് തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവും ആ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെയും ചോദിക്കാൻ പറ്റും. അപ്പോൾ ബയോളജിയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ MCQ പ്രാക്ടീസ് ചെയ്യാതെ വിടരുത്. അപ്പോൾ MCQ പ്രാക്ടീസ് ചെയ്യുക. ഇനിയുള്ള സമയം നമ്മളിങ്ങനെ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് വായിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ A to Z ടെക്സ്റ്റ് വായിക്കാനോ കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് വായിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ അങ്ങനെയോ നിൽക്കരുത്. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനും റിവിഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളിങ്ങനെ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പഴയ ചാപ്റ്റേഴ്സ് റിവിഷൻ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കൊരു ഒരു പഠിച്ചതായിട്ടുള്ളൊരു ഫീല് വരും. നമുക്കിതൊക്കെ ഓക്കെ ആണെന്നുള്ളൊരു ഫീല് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിവിഷനും ബാക്ക്ലോഗ്സും ഒരുപോലെ കൊണ്ടുപോകണം. പഠിക്കാനുള്ളതും എല്ലാം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കിതൊരു ഒരു മെൻ്റൽ ട്രോമയോ അല്ലെങ്കിൽ ഒരു മെൻ്റൽ പ്രഷറോ ഇല്ലാതെ ഈ ഒരു ഫേസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഈ 4 മാസം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവൊന്നുമല്ല, അത്യാവശ്യം നല്ല സമയം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനും പുതുതായിട്ട് പഠിക്കാനും അത് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാനും NCERT ടെക്സ്റ്റ് ബുക്ക് ഒരു ബയോളജിയൊക്കെ ഒരു 4-5 തവണ വായിക്കാനും ഒക്കെ ഉള്ളൊരു സമയമുണ്ട്. നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് പറ്റും. പിന്നെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിൽക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ കുറേ കൊച്ചുങ്ങൾക്ക് അവസാനം ആകുമ്പോഴത്തേക്ക് ടെൻഷനാവും. അപ്പോൾ നമ്മൾ ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അവർ എടുത്ത വായിൽ പറയും ഇങ്ങനെ ഓൺലൈനിലേക്ക് മാറിയിട്ടുള്ള ഒരാൾക്കും കിട്ടിയിട്ടില്ല. കിട്ടിയവരുണ്ടാവും, കിട്ടാത്തവരുണ്ടാവും. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വേറൊരാളുടെ അഭിപ്രായം എടുക്കാതിരിക്കുക. നിങ്ങൾ ചിലപ്പം ഉറക്കം വായിച്ച് പഠിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ വീടിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് ഇത്രയും കൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുക. കാരണം ഒരിക്കലും നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവരുത്, അന്ന് ഞാൻ അവിടുന്ന് മാറി എൻ്റെ വീട്ടിൽ വന്നായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഓഫ്ലൈനിൽ എക്സാം എഴുതണമെന്ന് ഒട്ടും നിർബന്ധമില്ല. നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ എഴുതിയാലും മതി. പക്ഷെ നമ്മൾ OMR വെച്ച് മാർക്ക് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. കാരണം കുറേ ഓൺലൈൻ എഴുതി കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ നീറ്റിന് ചെല്ലുമ്പോഴും ഓൺലൈനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി മാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു അവസരമുണ്ട്. പക്ഷെ നമ്മുടെ നീറ്റിന് ആ ഒരു ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു എക്സാം എടുക്കുമ്പോൾ ഒന്ന് OMRലും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പഠിക്കുക. നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത് അതിനകത്തിൽ നിൽക്കുക. വേറൊരാളുടെ അഭിപ്രായം എടുക്കാതിരിക്കുക. ഈ പറയുന്നവർക്ക് അത്യാവശ്യം അറിവുണ്ട്, ഓക്കെയാണ്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഫോണും ലാപ്ടോപ്പും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇത്തിരി ഉഴപ്പി പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അത് ആ ഉഴപ്പണം അല്ലെങ്കിൽ വയ്യ എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് പഠിക്കുന്നവർക്കാണ് ആ ഒരു സംഭവങ്ങളൊക്കെ പറ്റുന്നത്. നമ്മൾ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ വീട്ടുകാരോടും നമ്മളോടും ആത്മാർത്ഥതയുള്ളവരാണെങ്കിലും നമ്മൾ ഉഴപ്പത്തില്ല. നമ്മൾ ഏത് അറ്റ്മോസ്ഫിയറിലാണെങ്കിലും നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ നോക്കുക. പിന്നെ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഈ ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യാത്തത് അവർക്ക് കുറച്ച് ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെ കിട്ടാനും കൂടെ വേണ്ടിയാവാം. അപ്പോൾ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പഠിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിൽക്കാൻ നോക്കുക. കുറേ പേർക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്നതായിരിക്കും ഇത്രയും കൂടെ കംഫർട്ടബിൾ. ബാക്കിയുള്ളവർ പഠിക്കുമ്പോൾ അത് കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാനൊക്കെ പറ്റും. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ അലഞ്ഞ് നടക്കരുത്. നമ്മളെപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. കാരണം നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരാൾക്ക് വന്ന് നീ പഠിക്കുക അല്ലെങ്കിൽ നീ അത് ചെയ്യുക, നീ ഇത് ചെയ്യുക, നിന്നെക്കൊണ്ട് പറ്റും അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മളെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എപ്പോഴും നമുക്കാണ് വേണ്ടുന്നത്. അതുകൊണ്ട് ഈ മോട്ടിവേഷൻ ഇങ്ങനെ എവിടെന്നെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കി നടക്കാതെ നമ്മൾ സ്വന്തമായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുക. മാക്സിമം ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക. ഗവൺമെൻറ് MBBS അല്ലെങ്കിൽ ഗവൺമെൻറ് BDS എങ്കിലും കൊണ്ടേ വരത്തുള്ളൂ എന്നുള്ളൊരു ഇതിൽ പഠിക്കുക. ഞാൻ പറഞ്ഞത് അതായത് ഇനി 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കൊച്ചുങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. അഥവാ നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നവർ നീറ്റ് എഴുതാൻ
എഴുതാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ പറ്റത്തില്ല എന്നുള്ള രീതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്കോർ അല്ലെങ്കിൽ ഒരു 200-300 സ്കോർ ആയിരിക്കും. ആ ഒരു സ്കോർ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, വേറെ ആരെയും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻ കേസ് ഒരു റിപ്പീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫീസ് ഇല്ലാതെയെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേരൻസ് ഇത്രയും സ്പെൻഡ് ചെയ്തതാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ കൊണ്ട് ഇത് നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. കാരണം അടുത്ത പ്രാവശ്യം നമുക്കൊരു സ്കോളർഷിപ്പോട് പഠിക്കാൻ പറ്റുന്ന ലെവലിലേക്കെങ്കിലും നമ്മൾ എത്തുക. മാക്സിമം എഫേർട്ട് ഇട്ടാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും വേണം. അത് നമ്മൾ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി പഠിക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിക്കുക. നമ്മൾ എപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുമ്പോഴാണ് നമുക്കത് കിട്ടാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി കൂടുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ എൻ്റെ അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി പഠിച്ച ഒരാളാണ്. BSc കെമിസ്ട്രിയുടെ കൂടെ BSc കെമിസ്ട്രിക്ക് പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് MBBSോടുള്ള ഒരു ആഗ്രഹം വരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പഠിച്ചു. എനിക്കൊരു ഗവൺമെൻറ് BDSലേക്കെങ്കിലും എത്താൻ പറ്റി. സെൽഫ് ഫിനാൻസിങ് MBBS ഞാൻ പ്രൈസ് ചെയ്ത് പറയുന്നില്ല, കാരണം അത് ചിലപ്പോൾ പൈസ ഉള്ളതുകൊണ്ടാണ് പഠിക്കുന്നതെന്ന് ഒരു ഭാഗം ആളുകൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഗവൺമെൻറ് BDS എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിയില്ലേടാ. കോട്ടയം ദന്തൽ കോളേജിൽ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ അവിടെയാണ് വെച്ചത്. എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടുകയും ചെയ്തു. ഞാൻ കോട്ടയം ദന്തൽ കോളേജിൽ നിന്ന് മോപ്പപ്പിൽ ഓപ്ഷൻ വെച്ചിട്ടാണ് സെൽഫ് ഫിനാൻസിങ് MBBSലേക്ക് മാറിയത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ എഫേർട്സ് ഇടുക, ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ മാക്സിമം മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ പേരൻസിനെ എങ്ങനെ ഫേസ് ചെയ്യും, റിലേറ്റീവ്സിനെ എങ്ങനെ ഫേസ് ചെയ്യും, അങ്ങനെയൊന്നും ആലോചിക്കേണ്ട. ആ ആലോചനയെല്ലാം നമ്മൾ പരമാവധി സെൽഫ് മോട്ടിവേഷനിലേക്ക് ഡൈവേർട്ട് ചെയ്ത് നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇനി ഇതിനൊരു പാർട്ട് 2 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഞാനിങ്ങനെ പോൾ ഇട്ടപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞാൽ മതി. കമ്മ്യൂണിറ്റിയിൽ ഞാൻ നോട്ട്സും ഇക്വേഷൻസും ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.